പക്ഷെ വലിയൊരു ഉത്തരവാദിത്തമാണ് എനിക്ക് തന്നിട്ടുള്ളത്. അത് വലിയൊരു മുൾക്കിരീടവുമാണ്. കാരണം മുനിസിപ്പാലിറ്റി ഒരുപാട് കടബാധ്യതകളും ഉണ്ട്. അതൊക്കെ തരണം ചെയ്തിട്ട് വേണം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ. നമസ്കാരം. പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. 30 വർഷത്തെ ഇടതുഭരണത്തിന് തടയിട്ട് UDF ഭരണം തിരിച്ചുപിടിച്ചപ്പോൾ പച്ചേരി സുരയ്യ ഫാറൂഖും UDF ഭരണസമിതിയുടെ ആദ്യ ചെയർപേഴ്സൺ എന്ന ഒരു ചരിത്രത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി 30 വർഷത്തോളമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ കയ്യിലായിരുന്നു. അവരുടെ ദുർഭരണം കൊണ്ട് മുനിസിപ്പാലിറ്റി നമുക്ക് വൻ വിജയത്തോടെ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ചെയർപേഴ്സൺ ആയി എനിക്ക് ഒരു സ്ഥാനം കിട്ടിയാൽ വളരെയധികം സന്തോഷമുണ്ട്. പക്ഷെ വലിയൊരു ഉത്തരവാദിത്തമാണ് എനിക്ക് തന്നിട്ടുള്ളത്. അത് വലിയൊരു മുൾക്കിരീടവുമാണ്. കാരണം മുനിസിപ്പാലിറ്റി ഒരുപാട് കടബാധ്യതകളും ഉണ്ട്. അതൊക്കെ തരണം ചെയ്തിട്ട് വേണം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ. രാഷ്ട്രീയ മേഖലയിലേക്ക് വരാനുണ്ടായ ഒരു കാരണം ആരെങ്കിലും പ്രചോദനമായിട്ടുണ്ടോ? അതിനെ കുറിച്ച് വിശദീകരിക്കാമോ? ചെറുപ്പം മുതലേ വാപ്പ കാരണവന്മാരായിട്ട് നമുക്ക് രാഷ്ട്രീയം കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ നമ്മള് വിദ്യാർത്ഥിയാവുമ്പോഴും ഒക്കെ ഈ രാഷ്ട്രീയത്തില് ഉണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് പൊതു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. പൊതുരംഗത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഈ വാർഡിലുള്ള ഒരുപാട് വീടുകളായിട്ടും ബൈത്തുർ റഹ്മാന്റെ കാര്യങ്ങള്, അതുപോലെ നല്ല കിഡ്നി ക്യാൻസർ പേഷ്യന്റ് അങ്ങനത്തെവർക്കൊക്കെ ഉള്ള സഹായധനം നൽകിയിട്ടും അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടുവരുന്ന ഒരു ആളാണ്. അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ രാഷ്ട്രീയത്തിലേക്ക് വരാൻ കാരണം. അവരുടെ ഇത് കണ്ടു വളർന്നത് കൊണ്ട് എനിക്കും ഇന്ന് 2 ടേം എനിക്ക് മുനിസിപ്പാലിറ്റിയിൽ 2 ടേം കൗൺസിലറായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഒലിങ്കര വാർഡ്, ഒന്ന് സ്കൂൾ പടി 14-ാം വാർഡ് സ്കൂൾ പടി വാർഡിൽ ഞാൻ 2 ടേം കൗൺസിലറായിരുന്നു. പിന്നെ ഞാൻ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടറായിരുന്നു. അങ്ങനെ പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മുൻ പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖിന്റെ ഭാര്യ കൂടിയാണ് സുരയ്യ ഫാറൂഖ്. അപ്പോൾ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട്, ഫാമിലിയെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. എന്റെ ഭർത്താവ് കൗൺസിലറായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു, 4 ടേം കൗൺസിലറായിരുന്നു. ബാങ്കിന്റെ പ്രസിഡന്റ് കൂടിയാണ്, സർവീസ് ബാങ്ക് പ്രസിഡന്റാണ്. പിന്നെ മക്കള് 3 പേരുണ്ട്. മൂത്തവര് ടിൻസാണ്. അവര് വിദേശത്താണ്, 3 പേരും വിദേശത്താണ്. ഒരു വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് അവിടെ നല്ല ജോലിയാണ്. ഒരാള് എഞ്ചിനീയറാണ്, ഒരാള് CMA കഴിഞ്ഞ് അവര് അക്കൗണ്ടന്റ് ആണ്. 3ാമത്തെ ആള് ലോജിസ്റ്റിക് കഴിഞ്ഞ് അവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. 3 മരുമക്കളും ഉണ്ട്, 2 പേരക്കുട്ടികളുമുണ്ട്. പെരിന്തൽമണ്ണയിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് ഇനി യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുന്നത്? ഏതെല്ലാം പദ്ധതികൾക്കാണ് മുൻഗണന നൽകുക? ജനങ്ങൾക്കുള്ള അടിസ്ഥാന ഘടകമായ കുടിവെള്ളം, റോഡ്, സ്ട്രീറ്റ് ലൈറ്റ്, ഇതിനൊക്കെ മുൻഗണന കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. ഒരുപാട് കടബാധ്യത ഉള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി. അതൊക്കെ തരണം ചെയ്തിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ. ബാക്കിയുള്ള വികസന പ്രവർത്തനങ്ങൾ നേതാക്കളുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുന്നതാണ്. മുൻ പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് നമ്മോടൊപ്പമുണ്ട്. ഭാര്യ ഇപ്പോ ആദ്യ UDF ഭരണസമിതിയുടെ ചെയർപേഴ്സൺ സ്ഥാനത്ത് ആദ്യം ഒരു വനിത കൂടിയാണെന്നുള്ളതും ഇതിനൊരു പ്രത്യേകതയാണ്. അപ്പോ എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? നമ്മുടെ നഗരസഭയിലെ 30 കൊല്ലത്തെ അല്ലെങ്കിൽ 40 കൊല്ലത്തെ കാത്തിരിപ്പാണ് UDFന്റെ നേതാക്കളും സാധാരണക്കാരായ പാർട്ടി അനുഭാവികളും. ഓരോ വർഷത്തെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അന്ന് ഞങ്ങൾക്ക് കിട്ടും എന്ന് വലിയ പ്രതീക്ഷയിൽ വലിയ പ്രവർത്തനങ്ങളൊക്കെ നടത്തി റിസൾട്ട് വരുമ്പോൾ നേരെ തിരിച്ചായിരിക്കും ഉണ്ടാവാറ്. അതിന് വിപരീത ഫലം എന്ന നിലയിൽ ഈ കഴിഞ്ഞ 30 കൊല്ലത്തെ CPMന്റെ ഭരണ വികലത ഏകദേശം 100 കോടിയോളം കടബാധ്യതയിൽ എത്തിച്ച് വലിയ സാമ്പത്തിക ബാധ്യതയുള്ള ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു വീട് ജപ്തിയുടെ വക്കത്തെത്തുമ്പോൾ ആ വീട്ടില് കയറി ചെല്ലുമ്പോൾ അതല്ലെങ്കിൽ ആ വീട്ടിൽ കടന്നുറങ്ങുമ്പോൾ എത്രമാത്രം സമാധാനം ഉണ്ടാവും എന്നുള്ളത് സ്വയം എല്ലാവർക്കും ചിന്തിച്ചാൽ അറിയാം. അതുപോലെയുള്ള ഒരു ഓഫീസിലേക്കാണ് നഗരസഭയിലെ UDFന്റെ ഭരണം ഇന്ന് ഞങ്ങളെ കൈകളിൽ എത്തിയിട്ടുള്ളത്. ആ ഭരണ സംവിധാനത്തിന് തുടക്കം കുറിക്കുമ്പോൾ ഈ 1-ാം തീയതി വരുമ്പോൾ ശമ്പളം കൊടുക്കാൻ പ്രയാസപ്പെടുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അത്രക്കും പ്രതിസന്ധി നിറഞ്ഞ, അത്രക്കും ദൂർത്ത് നടത്തിക്കൊണ്ട്
ക്രമക്കേടുകൾ, വലിയ തോതിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിക്കൊണ്ട് പിന്നെ ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞതിന്റെ ഫലം ഒരു അടിസ്ഥാന വികസനം പെരിന്തൽമണ്ണയിൽ ഇല്ലാത്തത് ഇന്നും കാണാൻ കഴിയും. 30 കൊല്ലത്തെ CPM-ന്റെ ഭരണം എന്ന് പറയുന്നത് ഇന്ന് റോഡുകൾ, ടാറ് പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾ കാണാൻ നമുക്ക് കഴിയും, എത്രയോ കാണാൻ കഴിയും. കുടിവെള്ളം ഇന്നും എത്താത്ത എത്രയോ പ്രദേശങ്ങൾ നമുക്ക് കാണാം. ഇതൊക്കെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് വിഷയമായി ജനങ്ങളിലേക്ക് എത്തിച്ചതിന്റെ ഒരു ഫലം കൂടിയാണ് ഞങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിട്ടുള്ളത്. അതിന് തന്നെയാണ് നിങ്ങൾ മുൻതൂക്കം കൊടുക്കുക. നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഭാഗ്യവശാൽ പെരിന്തൽമണ്ണയിലെ 2010 ഞങ്ങളെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ട 2010 പിന്നെ ഒപ്പത്തിനൊപ്പം അത് 34 വാർഡില് 17 എത്തി. അന്നും ഇതേപോലെ വാർഡ് വിഭജനം നടത്തിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അന്ന് ഞങ്ങൾക്ക് 17 സീറ്റിലേക്ക് ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞു. അന്നും UDF-ന്റെ ചെയർമാൻ സ്ഥാനാർത്ഥി എന്റെ ഭാര്യ സുരയ്യ ഫാറൂഖ്, ഞാനും അന്ന് ആ കൗൺസിലുണ്ട്. അന്ന് വോട്ടിങ്ങിൽ 17 വരികയും നറുക്കെടുപ്പിലാണ് അന്ന് പിന്നെ ചെയർമാൻഷിപ്പ് ഞങ്ങളെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടത്. ആ 15 കൊല്ലത്തിന് ശേഷം ഈ പെരിന്തൽമണ്ണ നഗരസഭയുടെ പിന്നെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് അതേ സുരയ്യ ഫാറൂഖ് അധികാരത്തിൽ ആ സീറ്റിൽ കയറിയിരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതിൽ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തം. ജീവിതത്തിൽ പിന്നെ ഒരു ചെയർപേഴ്സൺ സ്ഥാനം എല്ലാവർക്കും കിട്ടുന്ന ഒരു സംഗതിയല്ല, അതൊരു ഭാഗ്യം തന്നെയാണ്. ഒരുപാട് ആയിരക്കണക്കായ പാർട്ടി പ്രവർത്തകരുടെ കഠിനാധ്വാനമാണ്. അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഈ റിസൾട്ട് വരികയും ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടുള്ളത്. അത് ആ ജനങ്ങളുടെ വികാരം എന്താണോ ആ വികാരത്തിന്റെ കൂടെ നിന്നുകൊണ്ട് തന്നെയായിരിക്കും ഈ 5 കൊല്ലം ഞങ്ങൾ പ്രവർത്തിക്കുക. ഇപ്പൊ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. അത് പിന്നെ നല്ല രീതിയിലേക്ക് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ എന്താണ് മാർഗം, അത് പരിശോധിച്ച് മറികടന്നുകൊണ്ട് ഒരു വർഷത്തേക്ക് വലിയ പ്രയാസം വരും. അത് എല്ലാവരും പറയുന്നത് പോലെ മുണ്ടൊന്ന് മുറുക്കി കൊടുത്തുകൊണ്ട്, സാമ്പത്തിക ധൂർത്ത് അവസാനിപ്പിച്ചുകൊണ്ട്, ചെലവുകൾ ചുരുക്കിക്കൊണ്ട് ഈ പിന്നെ സാമ്പത്തിക മെച്ചപ്പെടുന്ന ഒരു രീതിയിലേക്ക് ഒരു വർഷം ഞങ്ങൾ പിന്നെ ധനകാര്യ മാനേജ്മെന്റ് ചെയ്യും എന്നാണ്. അതിലൂടെ ഒരു വർഷം കഴിഞ്ഞാൽ ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന ഒട്ടനവധി പദ്ധതികളുണ്ട്. പെരിന്തൽമണ്ണയിൽ മറ്റു നഗരസഭയിൽ ഒന്നും ഇല്ലാത്ത രീതിയിൽ വലിയ ഒരു പിറകോട്ടടിച്ച ഒരു നഗരസഭയാണ്. അതിൽ നിന്ന് വലിയ തോതിൽ മാറ്റങ്ങൾ 5 കൊല്ലത്തിന്റെ ഉള്ളിൽ ഉണ്ടാകും. 30 കൊല്ലം CPM ചെയ്യാത്തത് 5 കൊല്ലത്തിന്റെ ഉള്ളിൽ ഞങ്ങൾ തറപ്പിച്ച് ഞങ്ങൾക്ക് പറയാൻ കഴിയും. 5 കൊല്ലത്തിന്റെ ഉള്ളിൽ 30 കൊല്ലം CPM ചെയ്യാത്തത് UDF-ന്റെ ഈ ഭരണ സംവിധാനം 5 കൊല്ലം ഞങ്ങൾ പിന്നെ കഴിഞ്ഞ് പടിയിറങ്ങുമ്പോൾ ആ ജനങ്ങളെ മുന്നിൽ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾ പറയുന്ന നല്ല പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കും എന്ന കാര്യത്തിൽ സംശയമല്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒട്ടനവധി പദ്ധതികളുണ്ട്. ആ പദ്ധതികളൊന്നും തന്നെ ഈ കഴിഞ്ഞ ഭരണസമിതി ഈ നഗരസഭയിലേക്ക് കൊടുന്നില്ല എന്നുള്ളതാണ്. അതിന് ഉദാഹരണം മലപ്പുറം നഗരസഭയാണ്. ഏകദേശം 200 കോടിയോളം വിവിധ പദ്ധതികൾക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് കൊടുക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയൊരു നഗരസഭയും മലപ്പുറം നഗരസഭ. ഈ പെരിന്തൽമണ്ണ നഗരസഭയെ സംബന്ധിച്ച് ഒരു പദ്ധതി പോലും കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി കൊടുന്നില്ല എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ വരുമാനമുള്ളൊരു നഗരസഭയാണ് പെരിന്തൽമണ്ണ. ആ നഗരസഭയിൽ ധൂർത്തും പിന്നെ കൊടുകാര്യസ്ഥതയും അതിന്റെ പരിണിത ഫലമാണ് ഈ പെരിന്തൽമണ്ണ നഗരസഭയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഈ അടിസ്ഥാന വികസനം, ഒന്ന് റോഡ്, കുടിവെള്ളം, പിന്നെ തെരുവുവിളക്കുകൾ, ഇതാണ് ജനങ്ങൾക്ക് അത്യാവശ്യം വേണ്ടത്. ഒപ്പം തന്നെ ടൗണിലെ ട്രാഫിക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ. ട്രാഫിക് പിന്നെ ജാമല്ല ഇവിടെ ഞങ്ങൾ സംസാരിക്കുന്നത്. ആ ജാം ഞങ്ങൾ തീർക്കേണ്ട വിഷയമല്ല. അത് ഇവിടുത്തെ എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനമെടുത്ത് നടപ്പിലാക്കണം. അതിന് മുൻകൈ എടുക്കും ഭരണ സംവിധാനം എന്നതിൽ. ട്രാഫിക്കിലെ ഡ്രെയിനേജ് സിസ്റ്റം അത് ഞങ്ങൾ മാറ്റി അവിടെ ഡ്രെയിനേജ് പിന്നെ ഒരു നടപ്പാത ഒരുക്കി യാത്രക്കാർക്ക് നല്ല രീതിയിൽ നടന്നു പോകാനുള്ള ഡിവൈഡറുകൾ വെച്ചുകൊണ്ട് നടന്നു പോകാനുള്ള ഫുട്പാത്ത് സംവിധാനം ഞങ്ങൾ ഒരുക്കും എന്ന കാര്യത്തിൽ സംശയമല്ല. ട്രാഫിക് ഞങ്ങൾ നവീകരിക്കും. ഒപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക്, യുവാക്കൾക്ക് കളിക്കാനുള്ള കളിക്കളങ്ങൾ പെരിന്തൽമണ്ണ നഗരസഭയുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിയും 5 വർഷത്തിനുള്ളിൽ. ഒപ്പം തന്നെ നമ്മളെ ചിൽഡ്രൻസ് പാർക്ക്, കുട്ടികൾക്കൊന്ന് വൈകുന്നേരങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കൊന്നും ഉല്ലസിക്കാനുള്ള ഒരു സംവിധാനം എന്ന നിലയിൽ ചിൽഡ്രൻസ് പാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിച്ച് ചെയ്യും. ഒപ്പം തന്നെ ഇവിടെ കർഷക തൊഴിലാളികൾ, വ്യാപാരികള്, പ്രവാസികള്, ഇവർക്കൊക്കെ ഒട്ടനവധി പദ്ധതികൾ ചെയ്യാൻ കഴിയും. അതിനൊക്കെ തന്നെ ഞങ്ങൾ അവിടെയൊക്കെ വിവിധ യോഗങ്ങൾ വിളിച്ചു ചേർത്തുകൊണ്ട് അവരെ കൂടി ഇതിൽ പിന്നെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അവരുടെ ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നല്ല പദ്ധതികൾ എന്താണോ ചെയ്യാൻ കഴിയുക അത് ഞങ്ങൾ നടപ്പിലാക്കാൻ ഞങ്ങൾ നേതൃത്വവുമായി കൂടി ആലോചിച്ച് ഈ പിന്നെ ഭരണ സംവിധാനത്തിലെ സാമ്പത്തിക പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. പെരിന്തൽമണ്ണയിലെ UDF പ്രവർത്തകരുടെ പതിറ്റാണ്ടുകളായുള്ള സ്വപ്നമാണ് ഇന്നിവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുള്ളത്.
ഈ പുതിയ UDF ഭരണസമിതിക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ പച്ചേരി സുരയ്യ ഫാറൂഖിനും തന്നെ ഏൽപ്പിച്ച ദൗത്യം വിജയകരമായി തന്നെ പൂർത്തിയാക്കാനാകട്ടെ എന്നും നമുക്ക് ആശംസിക്കാം. ക്യാമറാമാൻ ഷനു അരീക്കോടിനൊപ്പം അശ്വിനി മോഹൻദാസ്, ചാനൽ 10 പെരിന്തൽമണ്ണ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.